ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് സോയാബീൻ വെള്ളത്തിട്ട് വേവിച്ചു. അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, തൈര് ഇത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയെക്കാട്ടി സൺഫ്ലവർ ഓയിലാണ് നല്ലത്, കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇത് എല്ലാം വറുത്തെടുക്കണമല്ലോ. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. എൻ്റെ പാത്രം നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് അടി പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കരിയത്തില്ല, പക്ഷേ ഇങ്ങനെ പിടിക്കും. ഞാനിപ്പോൾ കുടുംബം പാത്രം തപ്പിയപ്പോൾ എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ കിട്ടിയില്ല. മറ്റേ പരന്ന പാത്രമാണെങ്കിൽ ഒരുപാട് എണ്ണ വേണം നമുക്ക് ഇത് ഒഴിച്ച് വറുത്തെടുക്കാം. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോയാബീൻ എല്ലാം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങ് ഒരുപാട് ഡീപ്പായിട്ടുള്ള ഫ്രൈ ഒന്നും വേണ്ട, ഒരു മീഡിയം ലെവലിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ സോയാബീൻ ബിരിയാണി, ഈ സോയാബീൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ബിരിയാണി ഇഷ്ടപ്പെടും. അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് കുട്ടികൾ സോയാബീൻ ഇഷ്ടപ്പെട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇതിപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും മതി, നമുക്ക് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് മാക്സിമം എണ്ണ തോർത്തി തന്നെ കോരിയെടുക്കാം. മാറ്റുന്ന സമയത്ത് കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. സ്പൈസസ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എല്ലാം ഇല്ല. ഞാൻ 2-3 പട്ടയും 2 ഏലക്കയും ഒരു 4 ഗ്രാമ്പും ഇട്ട് കൊടുത്തു. ഇതിനകത്ത് വേറെ ഇനി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രമേ ഇട്ടുള്ളൂ. ഇനി ഇതിലോട്ടൊരു മീഡിയം സവാളയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ പാത്രം ഇങ്ങനെ അടി പിടിക്കുന്നു, കരിയുന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ മസാലയ്ക്ക് ഇങ്ങനെ അടി പിടിക്കും എൻ്റെ പാത്രം. ഉള്ളി നന്നായിട്ട് അങ്ങ് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ള പൊടികളാണ്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെയാണ് ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, പൊടി കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ 1 കപ്പ് അരി വെള്ളത്തിൽ കുതിർത്ത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. 1 ടീസ്പൂൺ ഉപ്പിട്ടു. ഇനി വേണ്ടി വരും, അരി ഇടുമ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഉപ്പിടേണ്ടി വരും, നോക്കിയിട്ടിട്ടാൽ മതി. അപ്പം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഒഴിക്കുന്നത്. അത് കറക്റ്റായിരിക്കും, വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും ഈ അളവ്. വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം. കുക്കറിലാണെങ്കിലും ഇതേ അളവ് തന്നെ. കുക്കറിലാണെങ്കിൽ 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫാക്കിയാൽ മതി, കറക്റ്റായിരിക്കും. ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. കഴുകി ഊറ്റി വെച്ച അരിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിനി നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാം കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ സോയാബീൻ, നേരത്തെ വറുത്ത് വെച്ച സോയാബീൻ കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൽ വേറെ ഒരു പരിപാടിയില്ല. ഇനി അവസാനം നമുക്കിതിലോട്ട് ഒരു പകുതി നാരങ്ങയുടെ നീര് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചോറും തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ വേറിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് തിളച്ച ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. മൂടി വെച്ച് അവിടെ ഇരുന്ന് ഒരു 15 മിനിറ്റ് വേവട്ടെ. അപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറക്കുവാണേ. ഇത് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നല്ല പാകത്തിന് വെന്തു, വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ ഇതുപോലെ തന്നെ 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫാക്കി വെച്ചാൽ ഇതേപോലെ തന്നെ കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയായിരിക്കും, വെറൈറ്റി ഡിഷൊന്നുമല്ല, പക്ഷെ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ ഓരോരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണേ. ചുമ്മാ ഒരു രസത്തിന്, ഒരു കളർഫുൾ പാത്രത്തിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഷോയ്ക്ക് വേണ്ടി കാണിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവരും താങ്ക് യു.